രാവിലെ നല്ല വീടിൻ്റെ അവിടെ നല്ല കോട വന്നിട്ട് നല്ല കോട കയറിക്കുക. ഞങ്ങൾ 3 പേരും കൂടെ പത്തനംതിട്ട പനമ്പാറ കാണാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് ഹെൽമെറ്റ് ഇല്ല, അപ്പോൾ ഞാൻ ഒരാൾക്കുള്ള ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ശബരിമല സീസണായിട്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഇനി ഞങ്ങൾ എരുമേലി ചെന്നിട്ട് എരുമേലി നേരെ കനപ്പല്ലം കയറി റാന്നി ചെല്ലും. അങ്ങനെയാണ് റാന്നിയിൽ നിന്ന് പോകാൻ പ്ലാൻ കേട്ടോ. റൂട്ട് പറഞ്ഞിടത്തുനിന്ന് തിരിഞ്ഞൊക്കെ വേണമെങ്കിൽ പോകാവേ. നമുക്ക് കനകപ്പലം ജില്ലത്തെ റാന്നിക്കുകയില്ല. ഇപ്പം ശബരിമലയുടെ തിരക്ക് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഒച്ചയും ബഹളവും, അതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ കനകപ്പലം കഴിഞ്ഞ് നമ്മൾ പ്ലാച്ചേരി റൂട്ടിലോട്ട് കയറും. ഉക്കടയൊക്കെ കഴിഞ്ഞ് കുണ്ടമ്പുഴയൊക്കെ കഴിഞ്ഞ് പ്ലാച്ചേരി റൂട്ടിൻ്റെ ആണ് പോകുന്നത്. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ടാകും. അനിയൻ്റെയിൽ ഞാൻ ക്യാമറ എടുത്തപ്പം തലതിരിഞ്ഞെത്തിയിട്ടാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഇവിടെ കാണുന്ന റാന്നി കയറി കഴിഞ്ഞപ്പം മോതിരവയൽ റൂട്ടിലോട്ട് പോയി. ഇവിടുന്ന് കാണുന്ന റോഡ് രണ്ടായിട്ട് തിരിഞ്ഞുണ്ട്. ഇവിടെ ഇടത് സൈഡിലേക്ക് പോകുന്നത് റോഡ് ഈ ഓട്ട തിരിഞ്ഞ് പോകുന്ന സൈഡിൽ വന്ന് കൂടിച്ചേരും. ഇത് നേരെ പോകുന്നതാണ്, നമ്മൾ അത്തിക്കയൊക്കെ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ പനമ്പാറയ്ക്ക് പോകേണ്ട സ്ഥലത്തായി. ഇവിടുന്ന് കാണുന്ന ഈ കട റോഡിൽ നിന്ന് നേരെ കാണുന്ന സ്ട്രെയിറ്റ് വഴിയെ തന്നെ പോകണം കേട്ടോ. 2-3 തിരിയുന്നുണ്ട്. ഈ കാണുന്ന മാടക്കടയുടെ സൈഡിൽ കൂടെ നേരെ മുകളിലോട്ട് പോകുന്നതാണ് പനമ്പാറയ്ക്കുള്ള വഴി. അടുക്കാറായി കേട്ടോ. പനമ്പാറ എന്ന് പറഞ്ഞാൽ മാളികപ്പുറം മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം. അതിന് റൗണ്ട് അടിച്ച് റാന്നിയിലേക്ക് വരുന്നത് കാണിക്കാൻ പറ്റും കറക്റ്റായിട്ട്. നമ്മളെത്രയായി? ആ കാണുന്ന ഇതാണ് വ്യൂ പോയിൻ്റ്. ഈ പനയുടെ നിൽക്കുന്ന സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാകും. നല്ല രസം. നല്ല രസമുണ്ടല്ലേ? ഇവിടെ നിന്നുള്ള വ്യൂ കറക്റ്റാണ്. പനമ്പാറ താഴെ ആ റോഡ് കാണാൻ കറക്റ്റ് കാണല്ലേ? നമ്മളിങ്ങനെ ഇറങ്ങി പോവാണെങ്കിൽ ആ റോഡിൽ കൂടെ പോകുന്നത്. ഇറങ്ങി അതുവഴി തന്നെ വരും. ആ ആറ് അത് പെരുന്നാട് ആ ഭാഗം കാണിക്കുന്ന അത്ര അതല്ല, ആ പള്ളിയില്ലേ, അത് റാന്നിയില്ല, ഏതൊരു വലിയ അത് പേരെനിക്കറിയായിരുന്നു. റാന്നി ആ ഭാഗമല്ല, റാന്നിയുടെ ബായ്ക്കായിരുന്നു. കരിമ്പന. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. റൗണ്ട് അടിച്ച് കിടക്കും. മാളികപ്പുറമൊക്കെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം. ഈ വഴി ഇങ്ങനെ കയറി വന്ന് പനമ്പാറ വരുന്നത്. ഈ പന നിൽക്കുന്നുണ്ടോ കേട്ടോ, പനമ്പാറ എന്ന് പറഞ്ഞത്. ഇതൊരു 3 ആക്കുമ്പോഴത്തേന് ചായക്കട തുറക്കും. 3 മണിക്ക് തുറക്കുന്ന ചായക്കടയാണ്. അന്നപ്പോഴേ ആൾ കൂടും, ഭയങ്കര ആളായിരിക്കും. സന്ധ്യയൊക്കെ ആകുമ്പോൾ എല്ലാ ആളാണ് ഇവിടെ. ഇതാണല്ലോ അമ്പലം. അയ്യപ്പൻ്റെ വിഗ്രഹം. അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അയ്യപ്പൻ്റെ ക്ലീൻ ആയിരിക്കും ആകാശം. ഞാൻ നിൽക്കുന്ന സൈഡിൽ നിന്ന് ഇടത് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഏതോ ഒരു സൈഡിലും ശബരിമല കാണാമെന്നാണ് ബ്രദർ പറഞ്ഞത്. കറക്റ്റ് പുള്ളിക്ക് അതിൻ്റെ മല ഏതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് കാണാം.
ഇവിടെയാണ് മാളികപ്പുറം സിനിമ ഷൂട്ട് ചെയ്തത്. ചെറിയ ലൊക്കേഷൻ. പനമ്പാറ എന്നുള്ള ഇവിടെ നിന്നുള്ള ദൃശ്യം അടിപൊളിയാണ്. ഈ സാധനമാണ് പണ്ടൊക്കെ കറി വെക്കാൻ വേണ്ടി കാരണന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം. പനച്ചേൻ്റെ പുളി എന്നൊക്കെ പറയും. പനച്ചേൻ്റെ പുളി കറി വെക്കാൻ വേണ്ടി കാരണന്മാരൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഇലയ്ക്കും അതായത് കായ്ക്കൊക്കെ ഒരു പുളി ഉണ്ടാവും. അതുകൊണ്ട് വലിയ ചെടി ഇത് താഴെ നിൽപ്പുണ്ട്. ഇവിടെ ഇവിടെ നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്നത്. ഇപ്പം 2-3 പാലം കഴിഞ്ഞ് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ എരുമയിലേക്ക് വരുന്നത്. ഇത് പനമ്പാറ. ഈ സൈഡിൽ നിന്ന് താഴോട്ട് ഷൈജിക്കുറിപ്പ് നോക്കി നിൽക്കുന്നത്. ഇത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഫോട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.